Hello all, myself Alfie Elizabeth Joseph, Assistant Professor Triple Department SNIT Adur. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിടെക് SA ട്രിപ്പിൾ സ്റ്റുഡൻസ് പഠിക്കാനുള്ള ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ മൊഡ്യൂൾ 4ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. We have covered module 1 to module 6 entire portions and we have completed revision on module 4. And today in this section, I'm going to discuss the questions on module 4 from May 2019 question paper. Question: what is the basic concept of voltage and phase angle regulator? How they differ in function? So it was a 5-mark question. അതിന്റെ ആദ്യമേ scheme of evaluation എങ്ങനെയാണെന്ന് നോക്കാം. The basic concept of voltage and phase angle regulation is the addition of an appropriate in-phase or a quadrature component to the prevailing terminal voltage. So, ഈ ഒരു point, main point എഴുതുന്നതിനാണ് 2 മാർക്ക്. Next is addition of an appropriate in-phase voltage എന്ത് റിസൾട്ട് ചെയ്യും? Voltage regulatorന്റെ function ആകും. And addition of an appropriate quadrature component voltage, that will be the concept of phase angle regulator. Along with phasor diagram, ഇത്രയും ചെയ്യുവാണെങ്കിൽ 3 മാർക്ക്, ടോട്ടൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ ആൻസറിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. സോ ആൻസറിലോട്ട് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ കണ്ടതായിരുന്നു. വോൾട്ടേജും ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്നൊക്കെ പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? These are devices that are used to improve the power system operation. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വഴി വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സം വോൾട്ടേജ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും. സോ വോൾട്ടേജ് കൺട്രോൾ, പവർ ഫ്ലോ കൺട്രോൾ, റിയൽ ആൻഡ് റിയാക്റ്റീവ് ലൂപ്പ് പവർ ഫ്ലോ കൺട്രോൾ, ഇംപ്രൂവ്മെന്റ് ഓഫ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്ന വഴി ഇംപ്രൂവ്മെന്റ് ഓഫ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി, പവർ ഓസിലേഷൻ ഡാമ്പിംഗ്, ഇതെല്ലാം പോസിബിൾ ആണ്. സോ ഇതാണ് ഇൻ ജനറൽ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. സോ വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേഷൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വോൾട്ടേജിൻ്റെ ഇൻഫേസോ അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ, അതായത് 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കമ്പോണൻറ്റിനെ ആഡ് ചെയ്യുവാണ്. എക്സിസ്റ്റിംഗ് ടെർമിനൽ വോൾട്ടേജുമായിട്ട് ഇൻഫേസ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ കമ്പോണൻറ്റിനെ ആഡ് ചെയ്യും. ഇപ്പോൾ ഇൻഫേസ് ആഡ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ക്വാഡ്രേച്ചർ കമ്പോണൻ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഫേസ് ആംഗിളാണ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻഡക്റ്റീവ് ഇൻ നേച്ചറാണ്. അപ്പം ഒരു വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുമ്പോൾ, സീരീസ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ലൈൻ കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഇൻ ഇഫക്റ്റ് വോൾട്ടേജ് ഫേസ് ആംഗിളാണ് അഡ്ജസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആവുന്നത്. സോ വോൾട്ടേജ് റെഗുലേഷൻ അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ synchronous in-phase voltage source with controllable amplitude plus or minus delta V in series with the AC system. ഇപ്പോൾ ഇതൊരു വോൾട്ടേജ് റെഗുലേഷൻ്റെ ഡയഗ്രാമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പാരലൽ ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സീരീസ് ആയിട്ട് ഒരു സിങ്ക്രോണസ് വോൾട്ടേജ് സോഴ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യും. സീരീസ് കോമ്പൻസേഷൻ ആണെങ്കിൽ വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യും. ഷണ്ട് കോമ്പൻസേഷൻ ആണെങ്കിൽ കറണ്ടിനെയായി ഇൻജെക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സീരീസ് ആണ്. അപ്പം ഒരു വോൾട്ടേജ് സോഴ്സിനെ ഇൻസേർട്ട് ചെയ്തു. വോൾട്ടേജ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഇത് വെച്ചിട്ട് ഈ വോൾട്ടേജ് AC സിസ്റ്റത്തിൻ്റെ വോൾട്ടേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്നെങ്കിൽ പ്ലസ് ഡെൽറ്റ വി അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ വി. ഇതാണ് വി പ്ലസ് ഡെൽറ്റ വി അല്ലെങ്കിൽ വി മൈനസ് ഡെൽറ്റ വി. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന് ടാപ്പിംഗ് പ്രൊവൈഡ് ചെയ്തേക്കാണ് ഓരോ ഫേസിൽ നിന്ന്. VA, VB, VC എന്ന് പറഞ്ഞാൽ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജസ് ആണ്. സോ ഇതിൽ നിന്നൊരു ടാപ്പിംഗ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഇൻസേർഷൻ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലോട്ട് കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ നിന്ന് എടുത്ത് ടാപ്പ് എടുത്ത് ഇതാണ് സി ഫേസ് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് VC. അപ്പോൾ അവിടെ നിന്ന് ടാപ്പിംഗ് കൊടുത്ത ഇൻസേർഷൻ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കൊടുത്ത് അപ്പോൾ അത് ഡെൽറ്റ VC ഒന്നെങ്കിൽ പ്ലസ് ഡെൽറ്റ VC ഇൻജെക്ട് ചെയ്യും അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ VC ആവും. അത് കഴിഞ്ഞ് ഇതാണെങ്കിൽ നോക്കിക്കേ, ഇത് ഏത് ഫേസിലോട്ടാണ്? A ഫേസിലോട്ടാണ്. സോ ഇവിടെ നിന്ന് എടുത്ത് ടാപ്പിംഗ് കൊടുത്ത എങ്ങോട്ടാ? ഈ ഇൻസേർഷൻ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലോട്ടാണ് ഡെൽറ്റ VA ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് ഇത് ബിയിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്നുള്ള ടാപ്പിംഗ്
ഈ ഇൻസേർഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലോട്ട് കൊടുത്തു. ഇപ്പോൾ ഡെൽറ്റ വി ബി ഇൻസേർട്ട് ചെയ്യും. ഇപ്പം സീരീസ് ആയിട്ട് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുമ്പോൾ നമുക്ക് വി എ വി ബി വി സി എന്ന് പറയുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ വി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ വി ചെയ്യാം. അപ്പം അങ്ങനെ വോൾട്ടേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രീവിയസ്ലി നമ്മൾ കണ്ടു, ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജിനെ നമുക്ക് ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് ടാപ്പ് ചേഞ്ചർ വഴി സീരീസ് ഇൻസേർഷൻ പ്രൈമറിയിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ടാപ്പ് വേരി ചെയ്യുന്നതനുസരിച്ച് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് വേരി ചെയ്യും. അതനുസരിച്ച് നമുക്ക് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻജെക്റ്റഡ് വോൾട്ടേജ് plus or minus delta VA, plus or minus delta VB, and plus or minus delta VC. These are in phase with the line to neutral voltages VA, VB, and VC. അപ്പം ഇത് ലൈൻ വോൾട്ടേജുമായിട്ട് ഇൻ ഫേസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ. സോ ഹിയർ വോൾട്ടേജ് ഇൻജെക്ഷൻ ഈസ് ഇൻ ഫേസ് വിത്ത് ദ ടെർമിനൽ വോൾട്ടേജ്. ഫേസ് ഡയഗ്രാം നോക്കുമ്പോൾ VA, VB, VC 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വരച്ചു. വി എക്ക് ഇൻ ഫേസ് ആയിട്ടാണ് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഡെൽറ്റ വി എ, വി ബിക്ക് ഇൻ ഫേസ് ആയിട്ട് വരും ഡെൽറ്റ വി ബി, വി സിക്ക് ഇൻ ഫേസ് ആയിട്ട് വരും ഡെൽറ്റ വി സി. അപ്പോൾ ഇത് വി സി പ്ലസ് ഡെൽറ്റ വി സി, വി ബി പ്ലസ് ഡെൽറ്റ വി ബി, വി എ പ്ലസ് ഡെൽറ്റ വി എ. ദീസ് ആർ ദ ഇൻജെക്റ്റഡ് വോൾട്ടേജസ്. സോ ഇൻജെക്റ്റഡ് വോൾട്ടേജസ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദ ടെർമിനൽ വോൾട്ടേജസ്. അങ്ങനെ അത് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ. ഇപ്പോൾ ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന് വിത്ത് റെസ്പെക്ട് ടു ദ ടെർമിനൽ വോൾട്ടേജ് ഒരു ഫേസ് ഓഫ് 90 ഡിഗ്രി ഉണ്ടാവും. നമ്മൾ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്ത പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ആംഗിൾ 0 ഡിഗ്രിയാണ് വോൾട്ടേജ് റെഗുലേറ്ററിന്. അവിടെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫേസ് ആംഗിളിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇവിടെ ഇൻജെക്ട് ചെയ്യുന്നത് ക്വാഡ്രേച്ചർ വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് വിത്ത് in quadrature with the terminal voltage ആയിട്ട് 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പം നമുക്ക് വി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ആംഗിൾ 90 ഡിഗ്രി, വി ഇതായിരുന്നു. അപ്പോൾ റിസൾട്ടന്റ് എന്താ, ഇത്രയും ഫേസ് ആംഗിൾ വരുവാണ്, വി പ്ലസ് ഡെൽറ്റ വി ആണ്. അതേപോലെ വി മൈനസ് ഡെൽറ്റ വി ആണെങ്കിൽ ഫേസ് ആംഗിൾ വേരിയേഷൻ ഉണ്ട്. നമുക്കറിയാം ഫേസ് ആംഗിളിനെ വേരി ചെയ്യുവാണെങ്കിൽ ഏത് പവർ ആയിരിക്കും കൺട്രോൾ ആവുന്നത്, റിയൽ പവർ അല്ലേ. V1 V2 സൈൻ ഡെൽറ്റ ബൈ എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ വേരി ചെയ്യുവാണെങ്കിൽ ഏത് പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, റിയൽ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയത്ത് വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കാൻ എന്താ, വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇത് പവർ സിസ്റ്റം ഓപ്പറേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അല്ല അതിന്റെ വർക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ റിയലും റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാം. റിയൽ പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫേസ് ആംഗിൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി റിലേറ്റഡ് ടു ദ സിസ്റ്റം വോൾട്ടേജ്. അതാണ് ഫേസ് ആംഗിൾ റെഗുലേറ്ററിന്റെ ഓപ്പറേഷന്റെ കൺസെപ്റ്റ്. ഫേസ് ആംഗിൾ റെഗുലേറ്റർ നമ്മൾ കണ്ടു, ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന് ടെർമിനൽ വോൾട്ടേജുമായിട്ട് ഒരു ഫേസ് ഡിഫറൻസ് ഓഫ് ഇൻ ക്വാഡ്രേച്ചർ ആയിരിക്കും, 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് പ്രിവെയിലിംഗ് ഫേസ് ആംഗിളിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ വിധത്തിൽ. അപ്പോൾ ഫേസ് ആംഗിൾ വേരി ചെയ്യാണെങ്കിൽ ഒബ്വിയസ്ലി റിയൽ പവർ ഫ്ലോനെ വേരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫേസ് ആംഗിൾ കൺട്രോൾ വഴി. ഇതാണ് ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് ഫോർ ഫേസ് ആംഗിൾ കൺട്രോൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. ക്വാഡ്രേച്ചർ ആയിട്ടാണ് ഇൻജെക്ട് ചെയ്യുന്നത്. ഇത് വി എ ഫേസ്, ഇത് വി ബി ഫേസ് ആയിരുന്നു, വി ബി വി സി ഫേസ് ആണ്. ഇവിടെ ക്വാഡ്രേച്ചർ ആയിട്ട് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ വി എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി എ, വി ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ബി, ഇതാട്ടെ വി സി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി സി. ഫേസ് ആംഗിൾ റെഗുലേഷൻ നമ്മൾ പറഞ്ഞു, വി എ ഡെൽറ്റ വിയുടെ വി എ ഇൻജെക്ട് ചെയ്യുന്ന ഇൻ ക്വാഡ്രേച്ചർ ആണ്. അതായത് വി എക്ക് 90 ഡിഗ്രി ആയിട്ടാണ് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ഇതിനൊരു ഫേസ് ആംഗിൾ ഡിഫറൻസ്, ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് സിഗ്മ. സിമിലർലി ഇൻ ദ ടു അതർ ഫേസസ് വി ബി പ്ലസ് ഡെൽറ്റ വി ബി 90 ഡിഗ്രിയിലാണ്. അപ്പം വി എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വി ബി ആകുമ്പോൾ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അതേപോലെ വി സിയുടെ കേസിൽ ഇപ്പൊ ഇവിടെ നോക്കുക, ഈ ഫേസ് ഷിഫ്റ്റ് അല്ലെ ഈ ഫേസ് ആംഗിൾ സിഗ്മ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ
അപ്പോൾ ഉണ്ടാകുന്ന ആംഗുലാർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിന് വലിയ വ്യത്യാസം വരത്തില്ല. ഇപ്പം സ്മോൾ ആംഗുലാർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, അതായത് സിഗ്മ വളരെ കുറവാണെങ്കിൽ അവിടെ ആംഗുലാർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജിനോട് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യത്തില്ല. ഫേസ് ആംഗിൾ മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് ആ കേസിൽ. പ്രീവിയസ്ലി നമ്മൾ കണ്ടു ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉള്ളതെങ്കിൽ അവിടെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും, ഫേസ് ആംഗിളിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ലാർജർ ആംഗുലാർ അഡ്ജസ്റ്റ്മെന്റ്സിനാണെങ്കിൽ സിസ്റ്റം വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും കൂടും വേരി ചെയ്യും. അങ്ങനെ വരുന്ന കേസിന് പറയുന്ന പേരാണ്, അതിനെ റെഫർ ചെയ്യുന്നതാണ് എന്ത്, ക്വാഡ്രേച്ചർ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിസ്റ്റം വോൾട്ടേജ് ഓൾസോ ചേഞ്ചസ് അപ്രീഷ്യബിളി. അതിന് പറയുന്ന പേരാണ് ക്വാഡ്രേച്ചർ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ റെപ്രസെന്റഡ് ബൈ QBT. അപ്പം വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം യൂസിങ് കോംപ്ലക്സ് വൈൻഡിങ് അറേഞ്ച്മെന്റ്. പക്ഷെ റിലേറ്റീവ് സിംപ്ലിസിറ്റി കാരണം QBT അറേഞ്ച്മെന്റ് ഹാസ് ടിപ്പിക്കലി ബീൻ യൂസ്ഡ് ഇൻ കൺവെൻഷണൽ ഫേസ് ഷിഫ്റ്റിംഗ് ആപ്ലിക്കേഷന് വേണ്ടി QBT ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യും, ഫേസ് ആംഗിളും വേരി ചെയ്യും. മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്ന വഴി റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യാം, ഫേസ് ആംഗിൾ വേരി ചെയ്യുന്ന വഴി റിയൽ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാ നമ്മൾ ഫേസർ ഡയഗ്രം മനസ്സിലാക്കിയിരിക്കുക, കൺസെപ്റ്റ് അറിയാം, ഫേസർ ഡയഗ്രം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ബ്രീഫ് ആയിട്ട് ഇത്ര എഴുതുക. സോ ഇന്ന് നമ്മൾ പഠിച്ചത് വോൾട്ടേജും ഫേസ് ആംഗിൾ റെഗുലേഷന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഫേസ് ആയിട്ട് ഒരു വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ കൺട്രോൾ ദ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. അതേസമയത്ത് ക്വാഡ്രേച്ചർ ആയിട്ടാണെങ്കിൽ ഫേസ് ആംഗിൾ ഓഫ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ഫേസ് ആംഗിൾ വേരിയേഷൻ ലാർജ് ആവുകയാണെങ്കിൽ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിലും ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ പറയുന്നതിനെയാണ് ക്വാഡ്രേച്ചർ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന വഴി റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാം, ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യുന്ന വഴി റിയൽ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. We'll continue this in the next session. Thank you.